രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടോ? സംഗതി നല്ല വൈറലാണ്. കമന്റ് ബോക്സ് മുഴുവൻ രാഹുൽ തീ, പൊളി, സൂപ്പർ ഒക്കെയാണ്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഒന്നാം തരം രാഷ്ട്രീയ ആഭാസങ്ങളും ഇമേജ് വെളുപ്പിക്കൽ സർക്കസുകളും ഒക്കെയാണ്. ഒരു വശത്ത് സ്വന്തം രാഷ്ട്രീയ ഭാവി എങ്ങനെയും രക്ഷിച്ചെടുക്കാൻ ആരുടെ കാല് പിടിക്കാനും ആരെ താങ്ങി നടക്കാനും മടിയില്ലാത്ത യുവ നേതാക്കളും, മറുവശത്ത് പാർട്ടിയുടെ തണലിൽ എന്ത് ഉടായ്പും കാണിക്കാം, ചോരയിലലിഞ്ഞ ആ സഖാവ് സമ്മതി ഉണ്ടെങ്കിൽ ഏത് നാറിയ കാര്യവും ന്യായീകരിക്കാമെന്ന് കരുതുന്നവർ. ഇടതിനെയും വലതിനെയും തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രാഥമിക സൗകര്യങ്ങളില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആരോപിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ രോഷാകുലിയായി സംസാരിച്ച സ്ത്രീയെ കൊണ്ട് സഖാക്കൾ ഇളക്കി വിട്ട് പറയിപ്പിച്ചതാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തോതിനാ ഈ ഗവൺമെന്റ്, ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവരൊക്കെ കയറി കയറി പോകുന്നത്, ഇനി ഞങ്ങൾ കണ്ടോളാം, ഇതിനേക്കാൾ എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ എന്നൊക്കെ ആ വാർത്താ ചാനലിന് മുന്നിൽ വൈകാരികമായി പൊട്ടിത്തെറിച്ച അതേ അമ്മയെയാണ് പിന്നീട് ക്യാമ്പിൽ വെച്ച് തിരിഞ്ഞു നിന്ന് മറുപടി പറയുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് രോഷം പ്രകടിപ്പിച്ച ആ അമ്മയോട് രാവിലെ എന്തൊക്കെയാ പരാതി അമ്മയ്ക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു അമ്മയുടെ വിഷമം എന്ന് പിന്നീട് ഒരു വ്യക്തി അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത്. നിങ്ങളത് അറിഞ്ഞു കാണും, എങ്കിലും തനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും തൻ്റെ അടുത്ത് നിന്ന് ബിജിലിമോൻ ചില കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്നുമാണ് ആ അമ്മ തുറന്നു പറഞ്ഞത്. അതായത് ബിജിലിമോൻ ആരാണെന്ന് പറഞ്ഞുതരാം. എൻ്റെ ബിജിലിമോൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ കാര്യം, അല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല എന്നാണ് ആ അമ്മയുടെ ഡയലോഗ്. അപ്പോൾ ആ വെളിപ്പെടുത്തലോടെ രാവിലെ ചാനലിൽ കണ്ട രോഷപ്രകടനം കേവലം തിരക്കഥ മാത്രമാണെന്ന് വ്യക്തമായി. ഈ ബിജിലിമോനെ കുറിച്ച് പറയാം. CPM കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമായ ബിജിലി പി ഈശോ എന്ന നേതാവാണ് ക്യാമ്പിലെ അന്തരീക്ഷം കളങ്കപ്പെടുത്താൻ ഈ സ്ത്രീയെ മുന്നിൽ നിർത്തി നാടകം കളിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയും പ്രാദേശിക വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ, അതായത് മേലുകര കിഴക്ക്, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു ബിജിലി. ഒന്നോർത്ത് നോക്കിക്കേ, ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയുന്നു എന്നായിരുന്നു പിണറായി സർക്കാരിന്റെ കാലത്ത് CPMന്റെ പ്രതിപക്ഷത്തോടുള്ള ചോദ്യം, ഓർമ്മയില്ലേ? ഇന്ന് അതേ CPM അതിതീവ്രമായ ഇവിടെ പശ്ചാത്തലത്തിലും രാഷ്ട്രീയം പറയുകയല്ല, കളിക്കുകയാണ്. എന്തായാലും ഇക്കുറി ആ കളിക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടി കിട്ടി. തൊട്ടു പിന്നാലെ ഈ ബിജിലിമോനെ ഏറിലിട്ട് തട്ടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു റിയാക്ഷൻ വീഡിയോ എത്തി. ബിജിലിമോനെ ശരിക്കും പിഴിഞ്ഞെടുത്തു എന്ന് തന്നെ പറയാം. എന്നാൽ നമ്മുടെ രാഹുൽ മോന്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ് ആരെയൊക്കെ മൂട് താങ്ങിയാലാണ് ഒന്ന് തട്ടിമുട്ടി പോവുക എന്ന് തോന്നുന്നത്. എന്തായാലും ഈ അവസരത്തിൽ ആദ്യം തന്നെ നമുക്ക് ഭരണപക്ഷത്തിന്റെ ആ പല്ലുകൊഴിഞ്ഞ കൊഴിച്ച സിംഹത്തിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാലത്ത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് എതിരാളികളെ കടന്നാക്രമിച്ച് ചുട്ട മറുപടി കൊടുത്ത് മാധ്യമ ശ്രദ്ധ നേടിയ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നടന്നു കയറിയ, പിന്നീട് MLA ആയി, തൊട്ടു പിന്നാലെ പീഡന കേസിൽ കുടുങ്ങി ഭാവി നശിച്ച നേതാവ്. പീഡനവീരൻ എന്നോ അല്ലെങ്കിൽ മറ്റാരോപണ വിധേയനെന്നോ ഉള്ള ഇമേജ് ഒന്ന് കഴുകി വെളുപ്പിച്ച് കിട്ടാൻ വേണ്ടി എന്ത് പെടാപ്പെടാണ് ഇദ്ദേഹം പിടുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. സ്വന്തം രാഷ്ട്രീയ ഭാവി എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം, പാർട്ടിക്കുള്ളിലെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടരുത്, നാളെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു ചാൻസ് കിട്ടണം. ഇതിനു വേണ്ടി രാഹുൽ കാണിക്കുന്ന രാഷ്ട്രീയ കസർത്തുകൾ കണ്ടാൽ ആർക്കാണ് ചിരി വരാത്തത്? അപ്പോൾ ഈ ഒരു ഇമേജ് മാറ്റിയെടുക്കാൻ രാഹുൽ കണ്ടെത്തിയ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നറിയോ? നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ അന്ധമായി താങ്ങുക. സതീശൻ എന്ത് പറഞ്ഞാലും അതിനെ ദൈവവാക്യമായി കാണുക. സതീശന്റെ നിഴലായി നടക്കുക. സതീശന്റെ ഗുഡ് ബുക്കിൽ കയറി പറ്റാൻ എന്തും ചെയ്യുക. സതീശൻ ഒന്ന് തുമ്മിയാൽ രാഹുൽ അവിടെ അതൊരു വലിയ രാഷ്ട്രീയ വിപ്ലവമാക്കി മാറ്റാൻ നോക്കുന്നു. എന്തിനാണ് ഈ വെപ്രാളം? കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുകളിൽ നിന്ന് രക്ഷപ്പെടാനും തനിക്കെതിരെ ഉയരുന്ന രൂക്ഷമായ വിമർശനങ്ങളെ സതീശന്റെ രാഷ്ട്രീയ സംരക്ഷണം കൊണ്ട് മറികടക്കാനുമാണ് ഈ ശ്രമങ്ങളെല്ലാം തന്നെ. സ്വന്തമായി രാഷ്ട്രീയ വ്യക്തിത്വമോ സ്വന്തമായ നിലപാടുകളോ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഭയത്തിലാണ് ഇപ്പോൾ രാഹുൽ ഉള്ളത്. ഓർക്കണം, പാലക്കാടിന്റെ പൊന്നോമന പുത്രനായിരുന്നു. ആരോപണങ്ങളുടെ ശരശൈലിയിൽ നിൽക്കുമ്പോൾ അതിനെയെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ വസ്തുതാപരമായി നേരിടുന്നതിന് പകരം വലിയ നേതാക്കളുടെ കാല് പിടിച്ചും അവരുടെ പിന്നാലെ നടന്നും രാഷ്ട്രീയ ആയുസ് നീട്ടിക്കിട്ടാൻ പെടാപ്പാട് പെടുന്ന ഒരു ദയനീയ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. സ്വന്തം പ്രതിച്ഛായ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ ഉപരിപ്ലവമായ PR വേലകൾ കൊണ്ടും ചാനൽ ബൈറ്റുകൾ കൊണ്ടും ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാമെന്നാണ് വിചാരം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല രാഹുൽ. രാഷ്ട്രീയ ഭാവി കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാമേ, ഏത് കഴുതക്കാലം പിടിക്കാമെന്ന ഈ ശൈലി തന്നെയാണ് ഇന്നത്തെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. ഇനി നമുക്ക്
പ്രതിപക്ഷത്തേക്ക് ഒന്ന് പോകാം. അതായത് ഇടത് പാളയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. അവിടെ കഥ അതിലും രസകരമാണ്. ബിജിലി മോനെ പോലെയുള്ള കഥാപാത്രങ്ങൾ എടുത്തു നോക്കൂ. എന്തൊരു ആത്മവിശ്വാസമാണ് അവർക്ക്. എന്ത് തന്നിഷ്ടവും കാണിക്കാം, എന്തുടായിപ്പും ഇറക്കാം. അതിനെയെല്ലാം ന്യായീകരിക്കാൻ പാർട്ടി എന്ന മഹാപ്രസ്ഥാനമൊപ്പമുണ്ട് എന്ന അഹങ്കാരം. സഖാക്കളുടെ ചോരയിലും കണ്ണീരിലും പടുത്തുയർത്തിയ പ്രസ്ഥാനം എന്ന് പ്രസംഗ പീഠങ്ങളിൽ നിന്ന് തൊണ്ട പൊട്ടുമാറി വിളിച്ചു പറയുന്നവർ പ്രായോഗിക തലത്തിൽ കാണിക്കുന്നത് പച്ചയായ ഉടായ്പകളും സ്വാർത്ഥ താല്പര്യങ്ങളുമാണ്. പാർട്ടി തണലിൽ നിൽക്കുന്നവർക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥ. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വഞ്ചനങ്ങളും ഇരട്ടത്താപ്പുകളും പുറത്തു വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ സഖാക്കൾ ഉന്നയിക്കുന്ന ന്യായീകരണങ്ങളൊക്കെ കേട്ടാ അയ്യോ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയാണ്. മറ്റുള്ളവർ ചെയ്താൽ അത് വലിയ കുറ്റവും അപരാധവും. എന്നാൽ സ്വന്തം ചേരിയിലുള്ളവർ അതിലും വലിയ തിന്മ ചെയ്താലും ആരെ കൊന്നാലും അതിനെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് മുദ്രകുത്തി രക്ഷിച്ചെടുക്കും. ബിജിലി മോനെയും കൂട്ടരെയും പോലെയുള്ളവർ കാണിക്കുന്ന തന്നിഷ്ടങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. സഖാക്കളുടെ ചോരയിൽ അലിഞ്ഞതാണ് ഇമാതിരി ഉടായ്പകൾ എന്ന് പറയേണ്ടി വരുന്നത് എത്രയോ കഷ്ടമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വിപ്ലവ വർത്താനങ്ങളും സമത്വത്തിന്റെ സുവിശേഷങ്ങളും പ്രസംഗിക്കും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലും ഭരണത്തിലും തികഞ്ഞ അഴിമതിയും ബന്ധു നിയമനങ്ങളും അഹങ്കാരവും മാത്രമാണ് ഇവർക്ക് അവശേഷിപ്പായിട്ടുള്ളത്. തങ്ങൾ എന്ത് ചെയ്താലും പാർട്ടി വോട്ട് ബാങ്ക് സുരക്ഷിതമാണെന്ന അഹങ്കാരമാണ് ഇവരെ നയിക്കുന്നത്. എന്നാൽ ചരിത്രം തെളിയിച്ചിട്ടുള്ളത് 35 ജനങ്ങളെ അധികകാലം മണ്ടന്മാരാക്കാൻ ആർക്കും കഴിയില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ 2 വശങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നത്. എൻ്റെ ഈശ്വര, ഈ കേരളത്തിലെ 2 കൂട്ടരും ഇമ്മാതിരി നിർഗുണന്മാരായി പോയല്ലോ. ഒരു വശത്ത് ആരോപണങ്ങളിൽ മുങ്ങി ഇമേജ് വെളുപ്പിക്കാൻ വലിയ നേതാക്കളുടെ കാല് പിടിക്കുന്ന വലതുപക്ഷം, മറുവശത്ത് അധികാരത്തിന്റെ അഹങ്കാരത്തിൽ എന്ത് അഴിമതിയും ഉടായ്പും കാണിക്കുകയും ആ അധികാരം കയ്യിൽ നിന്ന് പോകുമ്പോൾ വല്ലാതെ വിരളി പിടിച്ചോടുകയും ചെയ്യുന്ന ഇടതുപക്ഷം. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, സാമ്പത്തിക തകർച്ചയും കടക്കണിയും. അതിപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈനംദിന ചെലവുകൾക്ക് പോലും കടമെടുക്കേണ്ടി വരുമ്പോൾ ഇരു മുന്നണികളും തമ്മിൽ സമയം കളയുന്നു. ഞാനാണ് ബെസ്റ്റ്, ഞങ്ങളാണ് നല്ലതെന്ന് അടികൂടുകയാണ്. പിന്നെ 2 യുവജനങ്ങളുടെ നാടുവിടൽ. ഇന്നത്തെ വിദ്യാഭ്യാസം നേടിയ 10,000-കണക്കിന് ചെറുപ്പക്കാരാണ് പഠനത്തിനും ജോലിക്കും വേണ്ടി ഈ നാടുപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് വണ്ടി കയറുന്നത്. ഇവിടെ അവർക്ക് തൊഴിലോ സുരക്ഷിതത്വമോ നൽകാൻ കഴിയുന്നില്ല. 3, വിലക്കയറ്റവും സാധാരണക്കാരന്റെ ദുരിതവും. വിപണിയിൽ അത്യാവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ അത് നിയന്ത്രിക്കാൻ കൃത്യമായ ഇടപെടലുകൾ ഇവിടെ ഉണ്ടാകുന്നില്ല. 4, ഭരണരംഗത്തെ ചോർച്ചകളും ക്രമസമാധാന തകർച്ചയും. ലഹരി മാഫിയകളും ക്രിമിനൽ സംഘങ്ങളും തെരുവുകളിൽ അഴിഞ്ഞാടുമ്പോൾ അധ്യാപകർ വരെ ഇന്ന് ലഹരി മാഫിയയുടെ സംഘത്തിലുള്ളവരാണ്. അപ്പോൾ പാർട്ടിക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന വെറും പാവകളായി നമ്മുടെ ഉദ്യോഗസ്ഥർ മാറുകയാണ്. ഈ ഗുരുതരമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ പരിഹാരം കാണാനോ ഒന്നും ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ താല്പര്യമില്ല. ചുമ്മാ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ അവർക്ക് നല്ല ഇൻട്രസ്റ്റുമാണ്. അവർക്ക് വേണ്ടത് കേവലം രാഷ്ട്രീയ വിവാദങ്ങൾ മാത്രമാണ്. രാവിലെ ഒരു നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. ഉച്ചയ്ക്ക് അടുത്ത നേതാവ് വന്ന് അതിനെതിരെ മറ്റൊരു വാർത്താ സമ്മേളനം നടത്തുന്നു, ചീത്ത വിളിക്കുന്നു, തല്ലുകൂടുന്നു. വൈകുന്നേരം ചാനൽ ചർച്ചകളിൽ പരസ്പരം ചേളി വാരിയെറിയുന്നു. രാത്രിയാകുമ്പോൾ ഈ വിവാദങ്ങളെല്ലാം കഴിഞ്ഞ് സുഖമായി ഉറങ്ങാൻ പോകുന്നു. പിറ്റേന്ന് വീണ്ടും റിപ്പീറ്റ് ഈ നാടകം ആവർത്തിക്കുന്നു. ഇതിനിടയിൽ ആർക്കാ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കുന്നത്? ഈ നാടകങ്ങളെല്ലാം കണ്ട് വിഡ്ഢി വേഷം കിട്ടുന്ന, കൈയടിക്കുന്ന, വോട്ട് ചെയ്യുന്ന നമ്മൾക്ക്, അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവർ സ്വന്തം കസേര ഉറപ്പിക്കാൻ നടത്തുന്ന പെടാപ്പാടുകളും ബിജിലി മോനെ പോലെയുള്ളവർ കാണിക്കുന്ന ഉടായ്പകളും കാണുമ്പോൾ ജനങ്ങൾക്ക് അറപ്പും വെറുപ്പും മാത്രമേ തോന്നുന്നുള്ളൂ. രാഷ്ട്രീയത്തെ ഇത്രയും തരം താഴ്ന്ന തലത്തിലേക്ക് അധപ്പതിപ്പിച്ചതിൽ ഈ 2 മുന്നണികൾക്കും ഒരുപോലെ പങ്കുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാനിതാ അവസാനിപ്പിക്കുകയാണ്. എത്ര പറഞ്ഞാലും തീരില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. എന്തായാലും നമോ ഭാഗം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.